അയാൾ ആ നെതന്യാഹു എന്താണിപ്പോഴും ആ അധികാര കസേരയിൽ തന്നെ ഇരിക്കുന്നത്? അവർ ബന്ദികളാക്കിയ ഇസ്രായേലികൾ അതേ അവസ്ഥയിൽ തുടരുമ്പോൾ നെതന്യാഹു എന്തിനാണ് പദവിയിൽ തുടരുന്നത്? ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ച് പതിനായിരങ്ങൾ ഉറക്കെ ചോദിക്കുന്ന വാക്കുകളാണിത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പാർലമെന്റായ കനെറ്റ്സിന് പുറത്ത് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പ്രതിഷേധത്തിനെത്തിയത്. ടെല്ലവീവ് അടക്കം ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു. തീയിട്ടും ഡ്രം മുഴക്കിയുമാണ് പ്രതിഷേധക്കാർ തെരുവിൽ പ്രതിഷേധിച്ചത്. ബന്ദികളെ മടക്കിക്കൊണ്ടുവരാൻ നടപടിയെടുക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ഷിൻബെറ്റ് ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ തലവനെ പുറത്താക്കാൻ ശ്രമിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും പ്രതിഷേധത്തിന് കാരണമായതായാണ് റിപ്പോർട്ട്. ഷിൻബെറ്റ് മേധാവി റോണൻ ബാറിനെ പുറത്താക്കാൻ പദ്ധതിയിട്ടതിന്റെ പേരിൽ നെതന്യാഹുവിനെതിരെ പ്രകടനക്കാർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ദേശീയ സുരക്ഷയേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പിന് നെതന്യാഹു മുൻഗണന നൽകുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തെച്ചൊല്ലി ഇസ്രയേലിൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനമുണ്ടായിരുന്നു. ഒക്ടോബർ 7-ന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ ഹമാസ് 1200 പേരെ കൊല്ലുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് ഇസ്രയേൽ സമൂഹം പ്രതിഷേധം ഉയർത്തി തെരുവിലിറങ്ങിയത്. ബന്ദികളെ വിട്ടുകിട്ടാൻ ഹമാസുമായി വെടിനിർത്തൽ കരാർ കൂടി വന്നതോടെ ജനം പൂർണ്ണമായും ശാന്തമായിരുന്നു. എന്നാൽ ഇനിയും ബന്ദികൾ തിരിച്ചെത്താൻ ബാക്കി കിടക്കുകയാണ്. അതിനിടെയാണ് ഇസ്രയേൽ വീണ്ടും ഗസ ആക്രമിക്കാൻ തുടങ്ങിയത്. ഇത് ബന്ദികളുടെ ജീവന് ഭീഷണിയാവാം. അവരെ തിരികെ കിട്ടാതിരിക്കാൻ തുടങ്ങിയ ആശങ്കകളും ജനങ്ങൾക്കിടയിലുണ്ട്. ഇസ്രയേലിന്റെ ഭാവിക്കു വേണ്ടിയോ നിങ്ങളുടെ സഖ്യസർക്കാരിന്റെ ഭാവിക്കു വേണ്ടിയോ ഈ യുദ്ധം എന്നിവയുൾപ്പെടെയുള്ള ബാനറുകളുമേന്തിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും എല്ലാ ബന്ദികളെയും നാട്ടിലെത്തിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നാൽ സംഘർഷങ്ങൾ കൂടുതൽ വ്യാപകമാവുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ചെയ്തു. മുഴുവൻ ബന്ദികളെയും നാട്ടിലെത്തിക്കാനോ ഹമാസിനെ പൂർണ്ണമായി തകർക്കാനോ സാധിച്ചുമില്ല. നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ ഗാസയിലെ പകുതിയോളം ബന്ദികളെ വിട്ടയച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ നാട്ടിലെത്തിക്കാനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. തുടർന്ന് ബന്ദികളുടെ കുടുംബങ്ങളടക്കമുള്ളവരാണ് പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങിയത്. ഗാസയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതും രോഷത്തിന് കാരണമാകുന്നുണ്ട്. നെതന്യാഹു തന്റെ സ്വകാര്യ താൽപര്യങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം അദ്ദേഹം തകർക്കുന്നുവെന്നും ആരോപണമുണ്ട്. ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക, തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക, വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. അതേസമയം തനിക്കെതിരായ അഴിമതിക്കേസിന്റെ വിചാരണയും വരാനിരിക്കുന്ന ബജറ്റ് വോട്ടിനുമിടയിൽപ്പെട്ട് ആടിയുലഞ്ഞ സഖ്യസർക്കാരിനെ ഉറപ്പിച്ചു നിർത്താനുള്ള മാർഗമായാണ് നെതന്യാഹു ഗാസയ്ക്കുമേലുള്ള യുദ്ധം പുനരാരംഭിച്ചത് എന്നാണ് വിലയിരുത്തൽ.